ബ്രോഡ് ഐഡി എന്ന സിനിമാ സെറ്റിൽ വെച്ച് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദ് അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലെ കുക്കട്പള്ളി കോടതിയിൽ മൻസൂർ കീഴടങ്ങുകയായിരുന്നു. ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. നിലവിൽ സംഗറെഡ്ഡി ജില്ലയിലെ ജയിലിലാണ് മൻസൂർ ഉള്ളത്. മൻസൂറിന്റെ ജാമ്യാപേക്ഷയെ എതിർക്കുമെന്ന് ഗച്ചിബൗളി പോലീസ് അറിയിച്ചിട്ടുണ്ട്. കുക്കട്പള്ളി കോടതിയും തെലങ്കാന ഹൈക്കോടതിയും മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് മൻസൂർ ഒളിവിലായിരുന്നു. 2021 ഹൈദരാബാദിലായിരുന്നു സംഭവം. മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയ ശേഷം പീഡിപ്പിച്ചെന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിൽ പറയുന്നത്. ശേഷം നഗ്നദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി 6.5 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നും പരാതിയിൽ പറയുന്നുണ്ട്. അയ്യപ്പനും കോശിയും, ലൂസിഫർ തുടങ്ങിയ ചിത്രങ്ങളിലും അസിസ്റ്റന്റ് ഡയറക്ടറാണ് മൻസൂർ റഷീദ്. അതേസമയം ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരുടെ സ്വകാര്യതയും സുരക്ഷയും ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് WCC മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. ദീദി ദാമോദരൻ, ബീന പോൾ, നടിമാരായ രേവതി, റീമ കല്ലിങ്കൽ എന്നിവർ അടക്കം 5 അംഗ സംഘമാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ പരാതികൾ സംബന്ധിച്ച പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിന്റെ പേരിൽ മൊഴി നൽകിയവരുടെ സ്വകാര്യത ലംഘിക്കപ്പെടാൻ പാടില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സിനിമാ ലൊക്കേഷനുകളിൽ വനിതകൾക്ക് ആവശ്യമായ സൗകര്യം ഉറപ്പാക്കണമെന്നും WCC ആവശ്യപ്പെട്ടിരുന്നു. സിനിമാ മേഖലയിൽ നടപ്പാക്കാനായി ഹേമ കമ്മിറ്റി നിർദ്ദേശിച്ച ശുപാർശകൾ നടപ്പാക്കണമെന്നും അവർ വ്യക്തമാക്കി. സിനിമാ നയത്തിലെ നിലപാടും ഇവർ മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. പ്രശ്നപരിഹാരം എന്ന ലക്ഷ്യമാണ് ഉള്ളതെന്നും സർക്കാരുമായി ചേർന്ന് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ആലോചിക്കുന്നത് എന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റീമ കല്ലിങ്കൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. മൊഴി നൽകിയവരുടെ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കണമെന്ന് WCC ആവശ്യം പരിഗണിക്കാമെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടിയും. നേരത്തെ മലയാള സിനിമയിൽ പെരുമാറ്റച്ചട്ടം നടപ്പാക്കണമെന്ന് WCC ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായി ക്യാമ്പയിനും WCC ആരംഭിച്ചിട്ടുണ്ട്. സിനിമയിലെ എല്ലാ തൊഴിലുകൾക്കും കൃത്യമായ കരാർ കൊണ്ടുവരണമെന്നും ലൈംഗിക അതിക്രമങ്ങൾ തടയാനുള്ള വ്യവസ്ഥകളും കരാറിന്റെ ഭാഗമാക്കണമെന്നുമാണ് WCC മുന്നോട്ട് വെക്കുന്ന ആവശ്യം.